നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിലക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി കോടതി ഇന്ന് പരിഗണിക്കും. മതത്തിന്റെ പേരിൽ പ്രധാനമന്ത്രി വോട്ട് തേടിയെന്നും അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിലക്കണമെന്നുമാണ് ഹർജിക്കാരുടെ ആവശ്യം. രാജസ്ഥാനിലെ ബൻസാരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ മുസ്ലിം സമുദായത്തിനെതിരെ പ്രധാനമന്ത്രി നടത്തിയ പരാമർശങ്ങളാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതേസമയം രാജസ്ഥാൻ പ്രസംഗത്തിന്റെ പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന പരാതിയിൽ നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടിയിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് നൽകിയ പരാതിയിൽ മുസ്ലിങ്ങളെ കൂടുതൽ കുട്ടികളുണ്ടാക്കുന്ന വിഭാഗമെന്നും നുഴഞ്ഞുകയറ്റക്കാരെന്നും പ്രധാനമന്ത്രി ആക്ഷേപിച്ചതായി ചൂണ്ടിക്കാട്ടിയിരുന്നു. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയോടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം ആവശ്യപ്പെട്ടത്. തിങ്കളാഴ്ച രാവിലെ 11 മണിക്കുള്ളിൽ വിശദീകരണം നൽകാനാണ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോൺഗ്രസ് മുൻ ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന പരാതിയിലും കമ്മീഷൻ വിശദീകരണം തേടിയിട്ടുണ്ട്. പ്രധാനമന്ത്രിക്കെതിരെ കോട്ടയത്ത് നടത്തിയ പ്രസംഗമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ BJPയുടെ പരാതിക്ക് ആധാരം. ഒരു രാജ്യം ഒരു ഭാഷ പോലുള്ള മോദിയുടെ മുദ്രാവാക്യങ്ങൾ രാജ്യത്തെ വിഭജിക്കുമെന്ന രാഹുലിന്റെ വാക്കുകൾ ചട്ടലംഘനമാണെന്നും തെക്ക് വടക്ക് വിഭജനമാണ് ഉന്നമിടുന്നതെന്നും BJP പരാതിയിൽ ആരോപിക്കുന്നു. പ്രധാനമന്ത്രിയുടെയോ രാഹുൽ ഗാന്ധിയുടെയോ പേര് എടുത്തു പറയാതെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാർട്ടി അധ്യക്ഷന്മാർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്നാൽ നോട്ടീസിനനുബന്ധമായി കോൺഗ്രസ് മോദിക്കെതിരെ നൽകിയ പരാതിയും BJP രാഹുൽ ഗാന്ധിക്കെതിരെ നൽകിയ പരാതിയും ചേർത്തിട്ടുണ്ട്. ഇതാദ്യമായാണ് പരാതിക്കാർക്ക് നോട്ടീസ് നേരിട്ട് നൽകാതെ പാർട്ടി അധ്യക്ഷന്മാരോട് കമ്മീഷൻ വിശദീകരണം തേടിയിരിക്കുന്നത്. സ്ഥാനാർത്ഥിയായാലും താരപ്രചാരകരായാലും പെരുമാറ്റച്ചട്ടം ലംഘിച്ചാൽ പാർട്ടിയായിരിക്കും ഉത്തരവാദിയെന്നും അതുകൊണ്ടാണ് ഖാർഗെയ്ക്കും നദ്ദയ്ക്കും നോട്ടീസ് നൽകിയതെന്നുമാണ് കമ്മീഷന്റെ വിശദീകരണം.